ഹായ് റസിയ, എന്നെ മനസ്സിലായോ? പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. എന്റെ പേര് റാസി. ഞാൻ റസിയയുടെ ഒരു ആരാധകനാണ്. ആരാധന ഉണ്ടാവാൻ മാത്രം ഞാൻ എന്ത് ചെയ്ത്? ഞാനൊരു സിനിമ നടിയല്ല, സീരിയൽ നടിയോ അല്ല. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ട് ആരാധിക്കുന്നത്? ഞാനിത്തിരി കല ആസ്വദിക്കുന്ന കൂട്ടത്തിലാ. സ്കൂളിൽ തൊട്ടേ റസിയ പങ്കെടുത്ത എല്ലാ കലോത്സവത്തിലും കണ്ണിമ വെട്ടാതെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ റസിയയുടെ സീനിയർ ആയിരുന്നു. ആരാധകൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് വളച്ചെട്ടി പറഞ്ഞ ശീലമില്ല. നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് തന്നെ കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. പെൺകുട്ടികളെ ആരാധിച്ച് നടക്കൽ മാത്രമാണോ ഇയാളെ പണി? അല്ല, എനിക്ക് ദുബായ് ജോലിയുണ്ട്, എഞ്ചിനീയറാ. വഴിയിൽ വെച്ച് പ്രൊപ്പോസ് ചെയ്യാണ്ട് വീട്ടുകാരെ വിട്ട് ചോദിച്ചൂടെ? റസിയ, നമ്മളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? ഈ ബ്രോക്കർമാരും കാരണവന്മാരും ഒക്കെ മീഡിയേറ്റർമാരായി നിൽക്കുന്ന കാലമൊക്കെ പോയില്ലേ? ഇപ്പൊ എല്ലാവരും നേരിട്ട കാര്യങ്ങള്. അല്ല, നമ്മൾ തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. എന്താ ഒരു ചേർച്ചക്കുറവ്? നമ്മുടെ പേര് തന്നെ ചേർച്ചയില്ലേ? റസിയ, റാസി, റാസി, റസിയ. പേരിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞേ. നിങ്ങളൊക്കെ വലിയ കുടുംബത്തിൽ പിറന്ന വലിയ ജോലിയുള്ള ആൾക്കാര്. ഞാനൊരു സാധാരണ മീൻ കച്ചവടക്കാരന്റെ മോള്. ഈ കോംപ്ലക്സ് ആദ്യം ഒന്ന് മാറ്റ്. മീൻ കച്ചവടം ഒരു മോശമായ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൂസക്കാനോട് മീൻ വാങ്ങിയിട്ടാ എന്റെ പേരിൽ മീൻകറി വെക്കുന്നത്. സോഷ്യൽ സ്റ്റാറ്റസ് മാത്രല്ല പ്രശ്നം. എന്നെ കെട്ടിച്ചയച്ചാ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു കടക്കാരനായി കഴിയേണ്ടി വരും എന്റെ ഉപ്പച്ചി. ഓ, സ്ത്രീധനത്തിലൊക്കെ എന്താ കാര്യം? റസിയ, ഞാൻ ആ കാര്യത്തിലൊക്കെ ഇത്തിരി ഫോർവേഡാണ്. എനിക്കൊരു 5 പൈസ സ്ത്രീധനം വേണ്ട. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നവരെ ഇപ്പോഴത്തെ പുരോഗമനവാദികൾ പോലും. എന്റെ പെണ്ണിനെ പോറ്റാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാവം മീൻകാരനെ ജീവിതകാലം മുഴുവൻ കടക്കണിപ്പെടുത്തി എന്നുള്ളൊരു ദുഷ്പേര് എനിക്ക് വേണ്ട. ആ, വീട്ടുകാർ സമ്മതിച്ചാലും കല്യാണം ഇപ്പം വേണ്ടെന്ന് എന്റെ തീരുമാനം. റസിയക്ക് 18 വയസ്സായില്ലേ? ഓർമ്മിപ്പിക്കേണ്ട. എന്റെ വയസ്സ് എനിക്കറിയാം. എനിക്കിനിയും പഠിക്കണം. പഠിച്ചൊരു ജോലി വാങ്ങണം, എന്നിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചാലും പഠിക്കാമല്ലോ. ജോലി കിട്ടുന്നവരെ കുട്ടികളെ വേണ്ടെന്ന് വെക്കാം. ആഹാ, അപ്പൊ അവിടെ വരെയായി നിങ്ങളെ പ്ലാൻ. റസിയ പണ്ട് ഒപ്പന മണവാട്ടിയായി സ്റ്റേജിൽ കണ്ട കാലം തൊട്ടുള്ള പൂതിയാണ്. ഇപ്പൊ എനിക്ക് കല്യാണപ്രായമായെന്ന് ഉമ്മ പറയുന്നു. പണ്ടത്തെ മണവാട്ടി പെണ്ണിനെ കിട്ടുമെന്ന് വെക്കാൻ വന്നതാ ഞാൻ. എന്റെ കല്യാണക്കാരൊന്നും ഞാനല്ല ആലോചിക്കുന്നേ. പുരയില് വന്ന് എന്റെ ഉപ്പച്ചിനോടും ഉമ്മച്ചിനോടും ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് വണ്ടി കയറ്, ഇപ്പൊ തന്നെ പോയി ചോദിച്ചേക്കാം. ആഹാ, കാറിലൊന്നും ഞാൻ കയറില്ല. നേരിട്ട് വന്ന് ചോദിച്ചാ മതി. അവർക്ക് സമ്മതമാണെങ്കിൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അതുവരെ ഫേസ്ബുക്കിൽ കാണാം. റസിയ, സത്യം പറയണോ? ആരെ ഈ ചുള്ളൻചക്കെ? ഇതിന്റെ സീനിയറായി പഠിച്ച റാസി. അനക്കെങ്ങനെ എന്റെ ഫോട്ടോ കിട്ടി? എനിക്കോ ഫോട്ടോ ഒന്നും തന്നില്ല. മോത്ത് നോക്കിട്ട് കള്ളത്തരം പറയരുത്. അനക്ക് തരാണ്ട് അന്റെ കമ്പ്യൂട്ടറിൽ ഓന്റെ ഫോട്ടോ എങ്ങനെ കിട്ടി? എന്റെ ഉമ്മച്ചി ഓന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ഫോട്ടോയാ. എന്റെ ഫോട്ടോ? പ്രൊഫൈൽ ഫോട്ടോ. നമ്മക്ക് അറിഞ്ഞൂടാൻ ചച്ചിട്ട് അങ്ങനത്തെ പേരൊന്നും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. ഈ എന്തിനാ ഓന്റെ ഫോട്ടോത്തിൽ ഇങ്ങനെ തുറിച്ച് നോക്കി നിക്കണേ? ഉമ്മച്ചിയെ, ഇയാൾക്ക് എന്നെ നിക്കാഹ് കഴിക്കണമെന്ന്. ഇഞ്ച പഠിച്ചോനെ, നിങ്ങൾ തമ്മിൽ അത്രക്കൊക്കെ അയക്കണേ. ഇന്നത്തോടെ നിർത്തിക്ക് എന്റെ കോളേജ് പോക്ക്. അതിന് ഞാൻ കോളേജില് ലൈൻ അടിച്ച് നടക്കാൻ പോവില്ല, പഠിക്കാൻ പോവാ. കോഴ്സ് തീർന്നിട്ട് ഞാൻ ഇനി കോളേജ് പോക്ക് നിർത്തൂ. ഓ, അന്ന പന്റെ ചുറ്റിക്കളിയൊക്കെ നടത്തണേ ഈ കോളേജിൽ പോകുമ്പോ അല്ലേ? പെച്ചിങ്ങോട്ട് വരട്ടെ. ഞാൻ എവിടെയും ചുറ്റിക്കളിക്കാൻ പോയിട്ടില്ല ഉമ്മച്ചിയെ. ഇവൻ നേരിട്ട് വന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്തു. ഞാൻ വീട്ടുകാരോട് ചോദിക്കാൻ പറഞ്ഞു. കാലം പോയൊരു പോക്കേ. കുട്ടികൾ ഒറ്റക്കൊറ്റക്ക് എങ്ങനെ കല്യാണം നടത്തുക? ഇത് പണ്ടത്തെ കാലം എന്നല്ല ഉമ്മച്ചിയെ, ന്യൂ ജനറേഷനാ. ഇക്കാലത്ത് ഇതൊക്കെ നടക്കും. എന്റെ പോരേടാ, കുന്നത്തെ ഹുസൈനാജിന്റെ മോനാ റാസി. വിടാണ്ട് പിടിച്ച മോളെ. പുളിങ്കൊമ്പോ? ഉമ്മച്ചി എന്താ ഈ പറയുന്നേ? മോളെ, കുന്നത്താരി എന്ന് പറഞ്ഞാൽ ആരാ? തറവാട്ടുകാരാ. നമ്മക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കൂട്ടേരി. എന്നെ ഇഷ്ടപ്പെട്ട എന്നെ വലിയ കാര്യം ഒന്ന് കൂട്ടിക്കേ. നല്ലൊരു ചെക്കന് അല്ല റസിയ? വെനുപ്പ കൊടുക്കാനുള്ള പൊന്നും പണവും കേടുന്നുണ്ടാക്കുന്ന ഞാനിപ്പോ ആലോചിക്കണേ. 5 പൈസ ശ്രീധരൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രം മതിന്ന്. ആൺകുട്ടിയാ? കണ്ടില്ലോ എന്റെ ഫോട്ടോ? ഇങ്ങനെയൊക്കെ നിക്കണ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ചെക്കന്മാരുണ്ടാവൂ? സ്വത്തിനാശല്ലാത്തേറ്റിങ്ങളെ മറ്റേ ആ ചെക്കന്റെ ചായല് സുന്ദരി നീ വന്ന് നോക്കി നറേസിയൊക്കെ ഒരു ആലോചന കൊണ്ടുവന്നിക്കണേ. അനക്കെന്താ ബ്രോക്കർമാരായിട്ട് ബന്ധമുണ്ട്? ആലോചന ഉണ്ടോ? ഒരു പെൺകുട്ടി പൊര നിറഞ്ഞു നിൽക്കുന്നുള്ള ഒരു ബോധം ഒങ്ങക്കില്ലേലോ? ഓക്ക് പറ്റിയ ആലോചന അത്. കുന്നത്തെ ഹുസൈനാജിന്റെ മോ റാസി. എന്റെ പാത്തു,
നമ്മൾ മീൻ വെക്കണ പൊരയാണത്. ഈ പൊരയൊന്നും ഒരു കല്യാണവും ഒരു സമ്മതിക്കൂല. ചെക്കനും പെണ്ണിന്റെ പൊരക്കാരും സമ്മതിച്ചാലോ? സംഗതി നടക്കൂലേ? ചെക്കൻ എങ്ങനെ സമ്മതിക്കാനാണ് പത്തു? ഓനങ്ങ് ദുബായിൽ എഞ്ചിനീയർ എന്തോ പണിയെടുക്കുക. ഈ മീൻ കച്ചവടക്കാരന്റെ പെരേന്ന് പെണ്ണ് കെട്ടായി ഓന് പെരാൻ തോന്നില്ലല്ലോ. അവിടാണ് ഈ പാത്തുന്റെ മിടുക്ക്. ഇഞ്ച മോളെ എനിക്ക് ഇഷ്ടാണോന്ന് നമ്മൾ നേരിട്ടായിട്ട് ചോദിച്ചു. ഓൻ ഇഷ്ടാണെന്ന് ഓനും പറഞ്ഞു. നെയ്യ് കെട്ടിക്കോന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരഞ്ചിന്റെ പൈസ ഞാനും മൂസക്കായി ശ്രീധരൻ തരൂല മോനേന്ന്. ഓനതും സമ്മതം. ഞാനാരാ മോളി? സത്യാണ് പത്തു ഈ പറയണേ. പിന്നെ ഉപ്പച്ചിയെ അന്റെ കല്യാണം കഴിഞ്ഞാല് കട കൊണ്ട് മുടിഞ്ഞു പോയി വിചാരിച്ച് നിക്കുക. ഇങ്ങനെ ഒരു ബന്ധം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും. ഉപ്പച്ചി ഉമ്മച്ചി സമ്മതിക്കാണെങ്കില് ഞാൻ റെഡിയാ. എന്നാ പിന്നെ ഓനോടെ പെണ്ണാണോ വരാൻ പറ. ചടങ്ങൊക്കെ അതിന്റെ മുറ പോലെ നടക്കട്ടെ. അതിനാനോനെ ഫോൺ വിളിച്ചു പറഞ്ഞോളാം. ഓ പാഞ്ഞിങ്ങോട്ട് വരൂല്ലേ? ആ പിന്നെ നിങ്ങൾ ലേസം വർത്തായും മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവരി. ഓനെപ്പളാ വരുന്നത് പറയാൻ പറ്റൂല. സ്ത്രീധനം കൊടുക്കണ്ടാത്ത കല്യാണല്ലേ. ഇതൊരു കോയിറച്ചി തന്നെ വാങ്ങാം. കോയിറച്ചും പത്തിരിയും കൊടുക്കാം. ആയിക്കോട്ടെ, അത് നല്ലൊരു ഐഡിയ. എന്നാ നമ്മള് പോയി മേടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. എന്നാലും നിങ്ങള് വേറെ ലെവലാണ് ഉമ്മച്ചി. എന്തേ? അല്ല, എനിക്ക് നേരിട്ട് വന്ന ആലോചന ക്രെഡിറ്റ് ചുളിവിൽ ഉമ്മച്ചി ഏറ്റെടുത്തല്ലോ. ദാ ഈ ഓനും കൂടിയാണ് നിക്കാഹ് തീരുമാനിച്ചെന്ന് കേട്ടാലേ അന്റെ ഉപ്പ പറഞ്ഞോണെന്നല്ല പറയാ. സമ്മതിക്കൂല. പിന്നെ പ്രേമിച്ച് കെട്ടുന്ന പാരമ്പര്യം നമ്മ തീരെയില്ല, പ്രത്യേകിച്ച് നെരിക്കാർക്ക്. പിന്നെ എന്റെ ഒപ്പന്റെ കുടുംബത്തിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ആ എന്താണെങ്കിലും എന്റെ നമ്പർ കേൾക്ക്. അതോ എന്റെ കയ്യില്ല. അപ്പൊ എങ്ങനെ വിളിച്ചു പറയൂ നമ്മള്? ആ ഫേസ്ബുക്കിലുണ്ടാവും. ആ നോക്ക്. ആ ഉണ്ട് ഉണ്ട്. പറയേ. എത്തിക്കോ. 98 98 46 46 46 46 54 54 50 50 അല്ലേ? 50. ഓക്കെ റസിയ, പിന്നെ ഫോണിൽ കൂടെ അല്ല കിന്നാരൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഞാൻ വിളിച്ചോട്ടെ. ഹലോ. ആ മോനെ റാസി അല്ലേ? ഞാനേ റസിയന്റെ അമ്മച്ചിയാ. വാ 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 ഇങ്ങോട്ട് വാ മോളെ. ആ കസാലേക്ക് അങ്ങോട്ട് വലിച്ചിട്ടു. അസ്സലാമലൈക്കും. കുത്തിരി. എല്ലാരും കുത്തിരിക്കട്ടോ. ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. മീൻകാരന്റെ പോലെയാണ്. ഞാനാ റാസി. ഇത് ഉപ്പൻ അനിയന്മാരാ. റസിയ, റസിയ വാടി. ചായ കൊടുക്ക്. എടുത്തോളി എടുത്തോളി. ചായക്ക് ഇത്തിരി മീൻ മണം ഉണ്ടോന്നൊരു സംശയം. അതെ, നിങ്ങൾ ഉച്ചക്ക് മീൻ കൂട്ടിയിട്ട് കൈ സോപ്പിട്ട് കൈയുണ്ടാവില്ല. അതുകൊണ്ട് കപ്പ് ഇങ്ങനെ പിടിച്ച മീൻ ഇവൻ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുട്ടി ഉണ്ടെന്ന്. അത് മീൻകാരൻ മൂസന്റെ മോളാന്ന് ഞാൻ അറിഞ്ഞില്ല. ഏയ് നമ്മളെ മോളാന്ന് ഓൻ അറിയാലോ. ഓൻ വൈതെറ്റി കയറിയൊന്നല്ലോ അല്ല മോനെ. ഞാൻ കണ്ടിഷ്ടപ്പെട്ടിട്ട് എന്നെ പെണ്ണ് ചോദിച്ചത്. എന്റെ വീട്ടിൽ എന്റെ തീരുമാനത്തിനാണ് വില. എനിക്കൊരു ജോലിയുണ്ട്, ഓളെ പോറ്റാനുള്ള പണമുണ്ട്. അതുകൊണ്ട് സ്ത്രീധനായിട്ടൊന്നും വേണ്ട. എന്നാലും നാട്ടു നടപ്പനുസരിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ മൂസേ? പൊന്നായിട്ടും പണായിട്ടും നമ്മളൊന്നും കരുതിയില്ല. അന്ന് നല്ല അഷ്ടിക്ക് പക കണ്ടെത്തി ജീവിച്ചു പോണതല്ലേ. ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. എന്നാലും ഒന്നുമില്ലാതെ സ്വന്തം മോളെ പറഞ്ഞയക്കാന്ന് പറഞ്ഞത് മോശമല്ലേ? ഞാൻ റസിയെ കൊടുത്ത വാക്കാത് സ്ത്രീധനം വാങ്ങി നിക്കാഹ് കഴിക്കില്ലെന്ന്. അല്ല, ഓളെ കാതിലും കൗത്തിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിടും. അല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഓളെ പറഞ്ഞേക്കൂലല്ലേ മുസക്കയ്യെ? അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിടുന്നെങ്കിലേ ഓളെ ഞമ്മളെ പുറയിലേക്ക് പറഞ്ഞയക്കണ്ട. മുക്ക് കൊണ്ടായി നിങ്ങള് വാങ്ങിയിടുന്നത്. വായിൽ സ്വർണ്ണക്കരണ്ടായിട്ട് പറഞ്ഞവരാ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര്. അവരെ നാണം കെടുത്തരുത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കുട്ടികൾ രണ്ടും കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ? അല്ലെങ്കിൽ ഇട്ടുമൂടാൻ പൊന്നുള്ള പൊരയിലേക്ക് പിന്നെ എന്തിനാ പൊന്നി? കിട്ടണ പെണ്ണ് ഇനിയല്ലേ പൊന്നി? നിങ്ങൾ കച്ചറുണ്ടാക്കണ്ട. എനിക്ക് റസിയാനോടൊന്ന് സംസാരിക്കണം. ഞങ്ങളൊരു തീരുമാനത്തിലെത്തട്ടെ. റസിയ, ആ പാത്രം കെടുക്ക്. ചെല്ലി മോനെ, ആ കപ്പം കൊണ്ട് ചെല്ലി. നോക്കി നടക്കണേ, വീണു വരുത്തിട്ടോ. റസിയ നിലത്ത് കോക്കണേ. അല്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഓണ്ടിന്. മധുരണ്ടായിനോ ചായക്ക്? സ്ത്രീധനം എന്ന സമ്പ്രദായത്തിനെതിരെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. 500 ലൈക്കും കിട്ടിയിരുന്നു. നീ കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീധനം കഴിക്കാണ്ട് കെട്ടിയ പെണ്ണെന്ന് പറഞ്ഞ് നിന്റെ ഫോട്ടോ ഇടാൻ നിക്കണ്ട. ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ഇട്ടോ അതിനനുസരിച്ച് ജീവിതം.
നിലപാട് കറക്റ്റ് ആയില്ലെങ്കിൽ നല്ല തെറിവിളി കിട്ടും. എന്റെ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഇങ്ങളെ തീരുമാനം വലിയ ആശ്വാസമായി. എന്റെ നിക്കാഹ് കഴിഞ്ഞാലും കടലിലാണ് ജീവിക്കാലോ. 4 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ട് എൻ്റെ പേരിൽ. ഒരു മീൻ കച്ചവടക്കാരനെ കടത്തിലാക്കിയിട്ട് അവിടെ ആർക്കും ഒന്നും നേടാനില്ല. ഇങ്ങോട്ട് വരി. അതാ വന്നി. ഏതാ? കല്യാണക്കത്ത് എങ്ങനെയുണ്ട് നോക്കി. ഏ? ഐസ്. അടിപൊളി. നോക്ക് റിസ്മോനെ, അടിയിൽ ഇഞ്ച പേര് ഫാത്തിമ CME. ദാ ഈ കത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കും. ഇഞ്ച പേര് ഫാത്തിമ CM ആണ്, പാത്തു അല്ലാന്ന് 4 ആൾക്കാർ അറിയല്ലേ. ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ കത്താണ് ഞാൻ പ്രതീക്ഷിച്ചോ. എന്താടാ അതില് കഞ്ചാവ് പൊടി വിതരണോ? അല്ല അങ്ങനല്ല, എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു ഡിസൈൻ, ഒരു ലേഔട്ട്, അത് ഞാൻ പ്രതീക്ഷിച്ചു. മാമാക്കൊരു കലാകൃതി ഇല്ലാത്തതിന്റെ പ്രശ്ന. മാമന്റെ കലാഹൃദയം പുറത്തെടുത്തിട്ടുണ്ടെങ്കിലേ അളിയന്റെ ട്രൗസർ കീറി പോവേന്. ഒന്നിന് 50 ഉറുപ്പ്യ വരെ വരുന്ന കാർഡാണത്. ഇപ്പൊ 5 ഉറുപ്പ്യ ആയിട്ടുള്ള ഒരു കാർഡിന് 500 കത്തുണ്ട്. ഉറുപ്പ്യ 2500 ആയി. ആ 100 കത്ത് നമുക്ക് വേണം. ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാർക്കും കൊടുക്കണം. അല്ല മാമ, ഒരു 100 കത്ത് എനിക്കും വേണം, എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. ആ അപ്പൊ 100 റസിയക്കും വേണ്ടി വരൂലേ കോളേജ് കൊടുക്കാനേ. അപ്പം കത്ത് തയ്യാൻ വഴിയില്ല. അളിയ മീൻ വെക്കുന്ന പൊരയിൽ മുഴുവൻ കൊടുക്കണ്ടേ? പിന്നെ കുടുംബക്കാര് ബന്ധുക്കാര് ഇവർക്കൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ ഇനിയും കത്തടിക്കേണ്ടി വരും. അടിച്ചൊരു 500 കൂടി അടിച്ചോ. അതിനൊക്കെ പൈസ ഉണ്ടോ താത്ത? ഇന്നല്ലാണ്ട് ഇതന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി ഞാൻ കടം പറഞ്ഞ. സുക്കൂറേ, തൊള്ളയില് സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജയിച്ച ആളാണ് ഇഞ്ച മോളെ കെട്ടാൻ പോണോനി, അതായത് വരാൻ പോണ മരുവോനി. പിന്നെ ഇപ്പൊ എന്ത് പ്രശ്നം, എന്ത് കട ഉണ്ടാക്കിയാലും ഓനങ്ങ് വിട്ടൂലേ. എന്നാ പിന്നെ ഒരു 500 കൂടി അടിച്ചാലോ താത്ത? അടിച്ചോ. എന്തിനങ്ങനെ സംശയിക്കണ പോയി അടിക്കേ. അല്ല പിന്നെ മാമ, ഇത് നിങ്ങൾക്ക് ഇപ്പൊ എത്ര കമ്മീഷൻ കിട്ടിയ? കമ്മീഷനോ? എന്താ എനിക്കോ? ഹേയ്, അമ്മാതിരി പരിപാടി ഞമ്മക്കില്ല. മോളെ കണ്ണല്ല മറക്കണ്ടേ, മാനം മറക്കി. എന്താ വേണ്ടത് മാഡം? ഇത് വർത്താൻ പറയണ്ടു. ഇവിടെ ഇവിടെ ദിഞ്ച മോള റസിയ ഓളെ വലിയ പൊരയിലേക്കാ കല്യാണവും ഒക്കെ കഴിച്ചു കൊണ്ടോണേ. വലിയ പൊരയിലത്തെ കുട്ടികൾ ഇടി ഉടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള കുപ്പായൊക്കെ എടുത്തേരി. അതിപ്പോ ഏതാ വേണ്ടെന്ന് പറഞ്ഞാലേ എനിക്ക് എടുത്തു തരാൻ പറ്റൂ. ആ കുപ്പായത്തിന്റെ ഒന്ന് പേര് നമുക്ക് അറിഞ്ഞൂടായിട്ടല്ല നിങ്ങളോട് എടുത്തു തരാൻ പറഞ്ഞേ. ഉടുപ്പിട്ട് കണ്ടാല് ഇങ്ങോട്ട് നോക്കി, ഒന്നിനൊരു കുറവ് വരുത്തണ്ട. പൊന്നായിട്ടും പണായിട്ടും നമ്മളൊന്നും കൊടുക്കണില്ല. അപ്പൊ ഇടാനും എടുക്കാനും നല്ല തന്നെ വേണം. ഇങ്ങോട്ട് നോക്കി, മോൾക്ക് മാത്രം പോരാ, ഞമ്മക്ക് നല്ലൊരു കാൽസറായി. ഇത് നമ്മളെ മോനാണ്, ഓന് നല്ലൊരു പാന്റ് ഷർട്ട്, ഇവക്ക് മുന്തി ഒരു സാരി. ആ സെക്ഷനൊക്കെ അവിടെ വരും മാഡം. ഓനാരും ശരിയില്ല. ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാ, 10,000 രൂപയ്ക്ക് മേലെ വരും. 10,000 20,000 ഒന്നും ഒരു പ്രശ്നേ അല്ല. ക്വാളിറ്റി ആണോ, അതിനാണ് നമ്മൾ ഫാമിലിയിലേക്ക് വന്ന്. ആ നല്ല രസമുണ്ട്. ഇത് മാഡത്തിന് നന്നായി ചേരുന്ന കൊഴപ്പെല്ലാം തോന്നി. ഈന്റെ ബളബള മിന്നുന്ന ഒരു 5 എണ്ണം കൊണ്ട് എടുത്തുണ്ട്. അതിനെന്തിനമ്മച്ചി 5 എണ്ണൊക്കെ? കല്യാണം 2 ദിവസം കൊണ്ട് തീരൂലേ? ചെറിയ കല്യാണം കഴിഞ്ഞാലും എന്റെ പുയ്യാപ്പിളന്റെ അടുക്ക് വരണ്ടേ? അമ്മായി വരവിന് കൊടുത്ത് എന്നെങ്ങനെ കൊടുത്തിട്ട് വരിക? അല്ലാതെ റസി എടുത്താ എടുക്കണ്ട ദിക്കാ നല്ല ചെറു നോക്കുവിനെ. അത് കറക്റ്റാ, ഇങ്ങക്കാ ചേരുക. വേറെ നോക്കട്ടെ. അയ്യോ, ഇതെന്താ കാജാബീഡിന്റെ പരസ്യോ? ഉപ്പച്ചേ, ഇത് ആട്ടോ ഒഴിവാക്കിയാൽ അത് വേണോ? വേണ്ടത് വേണ്ട. ഇതിട്ട് കഴിഞ്ഞാല് ഉപ്പച്ചിക്ക് വേറെന്തോരു ലുക്കാണ്. ഇപ്പാണ് കലക്കിയത്. സൂട്ടൊക്കെ ഇട്ടപ്പോ നിങ്ങളെ സെറ്റപ്പാണ്ട് മാറി, ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് പെണ്ണിന്റെ ഉപ്പച്ചിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും.
സ്യൂട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് വേണം ഉപ്പച്ചി വരുന്നവർ സ്വീകരിക്കാൻ. നമ്മളെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചിട്ടേ നിങ്ങളെ കടങ്ങൂല്ലേ? കിട്ടിട്ട് എന്തോ ഒരു സൂക്കറുണ്ട്, ഒന്നും ഇട്ടിട്ടില്ലാത്ത പോലെ തോന്നും. ഇപ്പൊ കണ്ടാലേ ഉപ്പച്ചീന് ഒരു ബിസിനസ്സുകാരന്റെ ലുക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സുകാരനല്ലേ? ആ അധികം ഉറക്കെ പറയണ്ട, ആൾക്കാർക്കൊക്കെ ഡെയിലി 1500 മീൻ കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരനാ നമ്മള്. നിങ്ങള് സ്റ്റാറ്റസ് കുറയ്ക്കല്ലേ. ഇട്ടിട്ട് നടക്കാൻ തന്നെ ഇങ്ങനെ തന്നെ നടക്കല്. സാധാരണ നടക്കുമ്പോ നടക്ക്. അല്ല പാത്തുവടിയുള്ളത് താഴെയുണ്ട്. കോള് കണ്ടാ ഞെട്ടു കിട്ടോ. നടക്കുപ്പിച്ചേ താഴോട്ട് പോയി നോക്ക. അല്ല പിന്നെ അതെ, എല്ലാ കവറും എടുത്തിട്ടില്ലേ? ഓ എല്ലാം എടുത്തിക്കണി. അതെ, കുറി കിട്ടിയ കായ് മുഴുവൻ ഇവിടെ അങ്ങോട്ട് തീരുട്ടോ. അതിനിപ്പോ എന്തേത്താ പണം പോട്ടെ പവർ വരട്ടെ. പോരി പോരി വാറിസ് മോനെ, എന്തേതൊക്കെ എടുത്തത് കാട് കൊണ്ടുപോയിട്ട് പോരെ, നല്ലോണം നോക്കാം. ഇപ്പൊ തന്നെ കല്യാണ ചെലവ് 10,60,000 റുപ്യായി. ഇനി 500 ആൾക്ക് കോഴി ബിരിയാണി ഉണ്ടാക്കട്ടെ. ആരെ നേർക്കാ എനിക്ക് കൈ നീട്ടുക? എപ്പോഴും നിങ്ങൾ കൈ നീട്ടാൻ പോണ എഞ്ച പൊരയിൽക്കല്ലേ. ഉജുപ്പനോട് ചോയ്ക്ക്, പൈസ നാളെ വിടുത്തു. അതാ വന്നിക്കുന്ന റാസിഖാന്റെ ഫോണ്. ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാന്ന് പറയടി. ഉള്ള പതിര വർത്താന ലേസം കൂടുന്നുണ്ട്. എടുക്കെടുക്ക് പല്ലി ചലിക്കണ മോരി ഒരു ഒച്ചയുണ്ട്. ഉമ്മച്ചേ, അത് പല്ല് ചലിക്കണല്ല, ഉമ്മയാണ്. എന്തേത്ത പറയേ? ഉമ്മാന്ന്. ഉമ്മാന്ന് വിളിച്ചിട്ട് എന്തേത്ത ഈ പറയണേ? ഉമ്മ കൊടുക്കുന്നേ. എന്താ നിങ്ങളീ പറഞ്ഞേ? പറഞ്ഞു മനസ്സിലായി. നിശ്ചയിച്ച ഡേറ്റ് നിക്കാതെ നടക്കണമെങ്കിൽ 2 ലക്ഷം രൂപയും 30 പവനും വേണം. ഇത് എന്റെ നിർബന്ധമല്ല കേട്ടോ, വീട്ടുകാരുടെ ഒരു നിർബന്ധ. തിരിച്ചൊന്നും കിട്ടാത്ത ഈ കല്യാണം നടത്തുന്നതിനുള്ള ചെലവ് അവര് ചോദിക്കുന്നത്. അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോ അതൊരു ശരിയല്ലേ? നിങ്ങൾ എന്തെങ്കിലും വാക്ക് മാറ്റി പറയുന്നത്? സ്ത്രീധനായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ വാക്കു മാറ്റിയിട്ടില്ല. സ്ത്രീധനായിട്ടൊന്നും വേണ്ട, കല്യാണ ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് പൊന്നും വേണോ, അത്രയല്ലേ ഉള്ളൂ. റാസിക ഇപ്പൊ തന്നെ 10,60,000 ഉറുപ്പ്യ ഇവിടെ ചെലവാക്കി കഴിഞ്ഞേക്ക് മുണ്ടും മുറുക്കിയെടുത്ത് എന്റെ ഉപ്പച്ചി ഉണ്ടാക്കിയതാ അത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു പുരോഗമനവാദിയാണല്ലോ. സ്ത്രീധനത്തിനെതിരെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുമാണ്. അതുകൊണ്ട് സ്ത്രീധനമായിട്ട് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ വാക്കിന് വിലയില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും പേരെ ക്ഷണിച്ച് കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ വാക്ക് മാറുന്നു ഞാൻ വിചാരിച്ചില്ല. എന്താ മോളെ, എന്താ പ്രശ്നം? വാക്കിന് വിലയില്ലാത്ത പുയ്യാപ്ല. ഓർക്കിപ്പോ സ്ത്രീധനം വേണമെന്ന് 2 ലക്ഷം 30 പവനും. ഉപ്പച്ചേ, ഉപ്പച്ചേ, എന്താണിത് ഉപ്പച്ചേ? ഈ കല്യാണത്തിന് നിൽക്കുന്നില്ല നിത്താത്തൊക്കെ അവനോട് പറഞ്ഞൂടെ? ഓന്റെ മനസ്സ് മാറിയാലോ? ഒന്നും പടവും വേണ്ടെന്നോ പറഞ്ഞാലോ? ഇനി ഓന്റെ മനസ്സ് മാറിയാലും എനിക്ക് ഓനെ വേണ്ട. വാക്കിന് സ്ഥിരത ഇല്ലാത്തവൻ. ഓന് കൊടുക്കേണ്ട പണി എന്താന്ന് എനിക്കറിയത്താത്ത. ഈ ഒന്നും ചെയ്യണ്ട, ഓന് ശരിയാക്കാനുള്ള കാര്യം ഞാനേറ്റ്. അല്ല, ഫേസ്ബുക്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഫോട്ടോയിൽ കാണുന്ന റാസിയുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയും ചെയ്തു. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. എന്നാൽ കല്യാണത്തിന് ഏകദേശം 4 ദിവസം ബാക്കി നിൽക്കെ അവൻ വാക്കുമാറ്റി. 2 ലക്ഷം രൂപയും 30 പവനും ആവശ്യപ്പെട്ടു. ഇത്രയും വില കൊടുത്ത് വാക്കിന് വിലയില്ലാത്ത ഒരാളെ ഭർത്താവായി വാങ്ങുന്നത് നഷ്ടക്കച്ചവടമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു എന്ന് റസിയ. കലക്കി താത്ത. ഇനി ഓന്റെ പ്രൊഫൈലില് ആണുങ്ങൾ വന്ന് പൊങ്കാലിടും, ഓനെ പഞ്ഞിക്കിടും. കൈ തരി താത്ത. പോസ്റ്റ് ചെയ്താണ്. റസിയ, റസിയ, എന്താ എന്താ വേണ്ടേ? നീ എന്തായി ചെയ്തത്? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നീ എന്നെ നാറ്റിച്ചില്ലേ? എന്റെ എത്ര ഫ്രണ്ട്സാ അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് നിനക്കറിയോ? പെൺകുട്ടികൾ ഇൻബോക്സ് കയറി തെറി വിളിക്കുന്നു.
വാക്കിന് വിലയില്ലാത്ത അന്നെ ഇത്രയും സ്ത്രീധനം കൊടുത്ത് ഭർത്താവായി വാങ്ങുന്നത് നഷ്ടക്കച്ചവടാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും പറയും. ആ എടി പൊടിന്ന് വിളിക്കാനേ ഞാൻ എന്റെ കെട്ടിയോളൊന്നല്ലോ. ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം നീ, അല്ലെങ്കിൽ നിനക്കെതിരെ അപകീർത്തി കേസ് കൊടുക്കും ഞാൻ. ആ പരിപ്പ് ഇപ്പൊ വില പോലെ മോനെ. സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ലെന്ന് കഴിഞ്ഞ കൊല്ലം വിധി വന്നിക്കി. പക്ഷെ അണക്കെതിരെ ഒരു കേസ് ഞാൻ കൊടുക്കും. എന്ത് കേസ്? സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ വലിയ കുറ്റങ്ങളാ. 5 കൊല്ലം വരെ അഴിയെണ്ണാൻ പറ്റുന്ന കുറ്റങ്ങൾ. അയ്യോ, കേസിനും കൂട്ടത്തിനൊന്നും പോണ്ട. എനിക്ക് വിദേശത്ത് പോകാനുള്ളതാ. കേസും കൂട്ടൊക്കെ നടന്ന നാട്ടിൽ കുടുങ്ങിയാൽ ശരിയാവില്ല. ഒരു കുടുംബത്തിനെ ചതിച്ചിട്ട് നീ അങ്ങനെ വിദേശത്ത് പോയിട്ട് വിലസണ്ട. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് അവസാന നിമിഷം വെക്കുന്ന ഡിമാൻഡ് ഞങ്ങൾ അങ്ങ് അനുസരിക്കുന്നു വിചാരിച്ചു നിങ്ങള്? ഞമ്മക്കുണ്ടായ നഷ്ടേ പലിശ സഹിതം വീട്ടിട്ട് എന്റെ മോൻ ദുബായിക്ക് പോയാ മതി. ഇങ്ങോട്ടൊക്കെ മോനെ, കല്യാണം ഒരുക്കങ്ങൾക്ക് മാണ്ടിട്ടേ ഞങ്ങൾക്ക് മിനിമം 1.5 ലക്ഷം റുപ്യ ചെലവായിക്കണം. അത് തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. അത് തന്നിട്ട് പോയാ മതി ദുബായിൽ. അല്ലെങ്കിലേ വഞ്ചനക്കെതിരെയും സ്ത്രീധനം ചോദിച്ചതിനെതിരെയും ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും. ദയവായി കേസൊന്നും കൊടുക്കരുത്. എന്നോട് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം തന്നേക്കാം. പൈസ എന്തെങ്കിലും കിട്ടിയാ പോരാ. തരും പറഞ്ഞ ഈ അവസാനം വിമാനം കയറി അങ്ങ് പോവും. കേസ് ഇപ്പൊ തന്നെ കൊടുക്കാലോ ഇപ്പച്ചിയെ. അല്ല, പരാതി പിൻവലിക്കണേല് കോമ്പൻസേഷൻ ഇന്ന് 5 മണിക്ക് മുമ്പേ എത്തിക്കട്ടെ. എത്തിക്കാം, 1 മണിക്കൂറിനുള്ളിൽ എത്തിക്കാം. കേസിനൊന്നും പോണ്ട മോനെ. ആണുങ്ങളായാലേ പറഞ്ഞ വാക്കിനൊരു വില വേണം. മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങോട്ടൊക്കെ മോനെ, കല്യാണം എന്ന് പറയുന്ന കച്ചവടല്ല, 2 മനസ്സും 2 കുടുംബങ്ങളും ചേർന്ന ഒരു ഏർപ്പാടാണ്. മനസ്സിലാക്കണോ? എനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ദയവേത് പിൻവലിക്കണം. നടക്കൂല മോനെ, അതവിടെ കിടക്കട്ടെ. അന്നപ്പോലുള്ള കുറെ ആൺകുട്ടികളുണ്ടാവും വാക്കിന് വിലയില്ലാത്തവര്. ഓരൊക്കെ പണ്ടും പണം കൊടുത്ത് വാങ്ങുന്ന പാവം പെങ്കൊച്ചുങ്ങള് അതൊക്കെ ഒന്ന് വായിക്കട്ടെ. തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാ. എന്റെ മോൻ വണ്ടി വിട്ടോ? ചെല്ല്. വിട്ടോ ഒരു പുയ്യാപ്ല കണ്ടേച്ചാലും മതി. ചോക്ലിച്ചൊക്കെ റസിയ, നമ്മക്ക് അഭിമാനം തോന്നണി. ഇഞ്ച മോളാന്ന് പിന്നെയും തെളിയിച്ചാൽ റസിയ. ഇപ്പൊ കാണിച്ച ഉസിരാണ് ഉസിര്. ഈ ഉസിര് ജീവിതത്തിൽ അങ്ങോളം വേണം. ഇജ്ജിയാണ് പെൺകുട്ടി.